പുരുഷൻ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പെൺവർഗം പറഞ്ഞാൽ അതിൻ്റെ മേലെ ഓനാൻ ആ ഗർഭിണിയായ പെണ്ണിന് വേണ്ടടോ നീതി. നിയമത്തിനോടാണ് എൻ്റെ ചോദ്യം, ഇന്ത്യൻ നിയമത്തിനോടാ. ഒരു പെണ്ണ് അവള് ഗർഭിണിയായത് പുതുമൊന്നല്ല. ഇപ്പം ഇവിടെ ഇങ്ങനെ ഞാൻ പറയാൻ പോകുന്ന രൂപത്തിൻ്റെ പേരിലും ഗർഭിണിയാകുന്നത് പുതുമയുള്ള കാര്യമല്ല. പക്ഷെ അവള് ഗർഭിണിയായത് 18 തികയുന്നതിൻ്റെ മുമ്പാണ്. 18 വയസ്സ് തികയുന്നതിൻ്റെ മുമ്പ് ഗർഭിണിയായ അവളോട് കോടതി ചോദിച്ചു ആരാണ് ഇതിന് ഉത്തരവാദിയെന്ന്. അവൾ പറഞ്ഞു ഇനി വ്യക്തിയാണ് ഇതിന് ഉത്തരവാദിയെന്ന്. ഏതായാലും ചെക്കൻക്ക് 18 കഴിഞ്ഞാണ്. ഓനെ തൂക്കിപ്പോ ജയിലിലിട്ട് കിട്ടേണ്ട രൂപത്തിൽ പോലീസുകാരുടെ കയ്യിൽ നിന്നും കിട്ടേണ്ട രൂപത്തിൽ നടയടികളും അവനക്ക് കിട്ടും. ഒരു പോസ്കോ നിയമപ്രകാരം ഒരാളെ പിടിച്ചാൽ അവന് അടി കിട്ടുന്നത് കാണാൻ ഒരു സുഖമാണ്. ബട്ട് പോസ്കോക്കുള്ള നിയമം ലക്ഷറി നിയമമാണ് നമ്മുടെ നാട്ടിലുള്ളത്. പോസ്കോക്ക് ഒന്നുകിൽ ജീവപര്യന്തം, അല്ലെങ്കിൽ നല്ല നടപ്പിന് വിട്ടേക്കും. അത്യാവശ്യം ക്യാഷൊക്കെ കയ്യിലുള്ള ഒരാളാണെങ്കിൽ നല്ല നടപ്പിന് വിട്ടേക്കും. ഏതായാലും അവനെ പിടിച്ച് ഈ പയ്യനെ മാസങ്ങൾക്കപ്പുറം വിട്ടയച്ചു. പോസ്കോക്ക് പിടിച്ച് അവനാണ് കുറ്റവാളി എന്ന് തെളിയിച്ചതിൻ്റെ ശേഷം, കുറ്റവാളിയാകാതെ ഒരുത്തനെയും ജയിലിലിടുകയില്ലല്ലോ, കുറ്റവാളി അവനാണെന്നറിഞ്ഞതിൻ്റെ ശേഷം അവനെ ജയിലിലടച്ചു, അവനെ വെറുതെ വിട്ടു. എന്താലേ, മാസങ്ങൾക്ക് ഇപ്പുറമാണ് അവനെ വെറുതെ വിടുന്നത്. അപ്പൊ ആ പെണ്ണിന്റെ നീതി എവിടെ പോയി? ആ പെണ്ണിന് വേണ്ട നീതി? ആ ഗർഭിണിയായ പെണ്ണിന് വേണ്ടടോ നീതി? നിയമത്തിനോടാണ് എൻ്റെ ചോദ്യം, ഇന്ത്യൻ നിയമത്തിനോടാണ് എൻ്റെ ചോദ്യം. ആ പെണ്ണിനും വേണ്ടേ നീതി? എന്തുകൊണ്ട് അത് അനുവദിച്ചില്ല? കാരണമുണ്ട്. കോടതിക്ക് അതിന് വ്യക്തമായ കാരണമുണ്ട്. അവനെ ജയിലിലടക്കാൻ എന്ത് വ്യക്തമായ കാരണമാണുള്ളത്? അവളെ പീഡിപ്പിച്ചു. അവൾ പറഞ്ഞു അവനാണ് പീഡിപ്പിച്ചത്. ഒരു പെണ്ണിൻ്റെ വാക്കിന് അതിൻ്റെ മേലൊരു വാക്കില്ല. പുരുഷന് എന്താണെങ്കിലും പുരുഷൻ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പെൺവർഗം പറഞ്ഞാൽ അതിൻ്റെ മേലെ ഓന എന്നെ ചെയ്തത്, അത് മുതലെടുക്കുന്ന ആൾക്കാരുണ്ട്. ഏതായാലും ആ ചെക്കന് ക്യാഷുള്ളത് കൊണ്ടാണോ 6 മാസം കൊണ്ട് പുറത്തിറങ്ങിയത്? ചോദിക്കാം നമുക്ക്, എന്തിൻ്റെ പേരിലാണ് അവനെ വിട്ടയച്ചതെന്ന്. അവനെ ജയിലിൽ കിടാനുള്ള സുസ്കാന്തി അവനെ വിട്ടയക്കുമ്പോൾ നിയമത്തിനില്ല. അതിൻ്റെ കാരണം എന്താണ്? ഒന്നുമില്ല. DNA റിസൾട്ട് വന്ന് ചെക്കൻ നിരപരാധിയാണ്. ആ ചെക്കന് പോയ മാനം, കോടതികൾ പോലും മാനത്ത് നോക്കി നിയമം പറഞ്ഞ ആ ഒരു ദിവസം ഒരു കുടുംബത്തിൻ്റെ മാനത്തിന് വില പറഞ്ഞു. മനുഷ്യനുള്ള ഏറ്റവും വലിയ ഇമോഷൻ എന്താണ്? അവൻ്റെ ആത്മാഭിമാനമാണ്. അവൻ്റെ ആത്മാഭിമാനത്തെ തൊട്ട് ചോദ്യം ചെയ്തുകൊണ്ട് അവനെ ജയിലിലടച്ചു ഇവിടുത്തെ നിയമം. മാസങ്ങൾക്കിപ്പുറം അവനെ വെറുതെ വിട്ടു, അവൻ കുറ്റവാളിയല്ല എന്ന്. ഇനി അവൻ്റെ അഡ്രസ്സ് എന്താണ്? ഒരാളോട് അവനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അയാൾക്കത് മനസ്സിലായില്ല, ആരെക്കുറിച്ചാണത് സംസാരിക്കുന്നതെന്ന് മനസ്സിലാകാത്ത പക്ഷം അവൻ്റെ കൂടെ ഇരിക്കുന്ന കൂട്ടുകാരൻ അവനക്ക് മനസ്സിലാക്കി കൊടുക്കൽ. പണ്ട് ആ പോസ്കോയിൽ പിടിച്ച ചെക്കൻ എനിക്ക് മനസ്സിലായില്ല, പണ്ട് ആ പോസ്കോയിൽ പിടിച്ച ചെക്കൻ ഓനെ കുറിച്ചാണ് ചോദിക്കണമെന്ന് പറയും. അവൻ്റെ അഡ്രസ് പോസ്കോയിൽ പിടിച്ച ചെക്കൻ എന്നാവും. അവൻ്റെ അഡ്രസ് പോസ്കോ എന്ന് പറയുന്ന മാരകമായ ഒരു പേരുണ്ടല്ലോ, അതിൻ്റെ പേരിലാണ് ആ ചെക്കൻ ഇനി അറിയപ്പെടുക. ആ മാനത്തിന് ആര് മറുപടി പറയും? ബുദ്ധി ഉറക്കാത്ത പാവം ഉള്ളോള് പൈതൽ 18 വയസ്സ് കഴിഞ്ഞില്ല പോലും. ഇന്ത്യൻ നിയമപ്രകാരം 18 വയസ്സായില്ലെങ്കിൽ, ഡൽഹിയിൽ അന്നൊരു പെണ്ണിനെ പീഡിപ്പിച്ചവൻ 18 എന്ന പേരിൽ ക്രൂരമായി പീഡിപ്പിച്ച കൊന്ന അവന് 18 എന്ന പേരിൽ അവനെ വെറുതെ വിട്ട നിയമം മാറ്റി തിരിച്ച് എഴുതേണ്ടിയിരിക്കുന്നു.
ഒരു ചെക്കൻ്റെ മാനത്തിന് 18 എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു ഓളെ പോസ്റ്റപ്പോഴല്ലേ ഓൾക്ക് ഗർഭമുണ്ടായത്. ആ പോസ്റ്റോനെ പിടിച്ചിഞ്ഞ് കൊണ്ടുവന്ന് പിച്ച് ചീന്തിയിരിക്കണം. പാവം ചെക്കൻ, അവൻ്റെ വീട്ടുകാർ അവരെന്ത് തെറ്റാണ് ചെയ്തത്? എന്ത് തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് മാസങ്ങളോളം അവൻ ജയിലിൽ കിടന്നത്? പോസ്കോ എന്നുള്ള ഇരട്ട പേരിൽ ഇനി അവൻ അറിയപ്പെടാൻ പോകുന്നത്. നിയമമേ, മാപ്പ് പറഞ്ഞേ തീരൂ അവനോട്. മാപ്പ് പറയണം അവനോട്. ഒരു വ്യക്തിക്ക് എത്രത്തോളം താങ്ങാൻ പറ്റും? അതിൻ്റെ അപ്പുറം നിരപരാധിയായ ഒരു വ്യക്തി, 1000 നിരപരാധികൾ 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും പെടരുതെന്ന് എന്ന് പറയുന്ന അത്രയും മഹത്തായ നീതിന്യായ വ്യവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ എവിടെ പിഴവ് പറ്റി? ഈ DNA റിസൾട്ട് വരാൻ കാത്തു നിന്നൂടെ അവനൊന്ന് ജയിലിൽ പിടിച്ചിടാൻ? കഴിഞ്ഞ കൊല്ലം വരെ 18 വയസ്സായിട്ടുള്ളൂ ചെക്കന്. കഴിഞ്ഞ കൊല്ലം വരെ ഇന്ത്യൻ നിയമപ്രകാരം അവന് കുട്ടിയാണ്. ആ ചെറുക്കനെ പിടിച്ച് അവൻ്റെ ഭാവി ഇല്ലാതെയാക്കി. സപ്പോർട്ട് ചെയ്യണം. ഏതായാലും ഓളെ പോസ്കോനെ വെറുതെ വിടരുത്. പീഡനത്തിനിരയായ 17കാരി ഗർഭിണിയായ കേസിലാണ് പെൺകുട്ടിയുടെ മൊഴി പ്രകാരം കഴിഞ്ഞ ജൂൺ 22-ന് ശ്രീനാഥ് പോക്സോ കേസിൽ റിമാൻഡിലായത്. നിരപരാധിയാണെന്ന് ആവർത്തിച്ച ശ്രീനാഥ് DNA പരിശോധനയ്ക്കൊടുവിലാണ് 35 ദിവസത്തെ ജയിൽ വാസത്തിന് ശേഷം മോചിതനായത്. ഞാൻ ഇപ്പൊ എന്റെ 18 വയസ്സായിട്ടുള്ളൂ. 18 വയസ്സായപ്പോൾ 3 ജയിലിൽ കയറി ഇറങ്ങി. ചെയ്യാത്ത ഒരാളെയാണ് ഇങ്ങനെ 3 ജയിലിൽ കയറി ഇറങ്ങാം. കാരണം വെച്ചാൽ ഒരു നേരം പോലും കണ്ണടിക്കാൻ പറ്റൂല അതിന്റെ ഉള്ളിൽ കയറിയാല്. ഒരു രാത്രി പോലീസുകാർ വന്നിട്ട് വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ടുപോയി. പിടിച്ചുകൊണ്ടുപോയി എന്താ കാര്യം ഒന്നും അറിയാതെ. നിങ്ങൾ രാവിലെ എന്താ പറയാ വീട്ടുകാരാണ്ട് സ്റ്റേഷനിലേക്ക് കയറി പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. പിന്നെ ഈ പെണ്ണിന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി അന്ന് പുലർച്ചെ. അന്ന് വിലങ്ങൊക്കെ ഇട്ടിട്ട് അവിടുന്ന് എന്റെ മൂന്തക്കൊക്കെ രണ്ടരച്ചിരുന്നു. കാരണം വെച്ചാൽ അങ്ങനെ അടിച്ചുകൊണ്ട് ഇങ്ങോട്ട് കുറെ സെല്ലുന്ന ഒരാൾ ചോദിച്ചു ഇതെന്താ പൊട്ടനെ ചോദിച്ചു. കാരണം വെച്ചാൽ എന്റെ ചെവിട് കേൾവിക്ക് കമ്മിയായിന്. അപ്പൊ ഇന്നോട് കുറെ ആൾക്കാർ ചോദിച്ചു നമുക്കെന്താ ചെവിട് കേൾക്കണില്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ചെയ്തിന് സാർമാരെ അടിച്ചിട്ട് എന്റെ ചെവിടിനാകെ കംപ്ലൈന്റ് ആയി. കാരണം വെച്ചാൽ കേൾവി കുറവായിന് അതിന്റെ ശേഷം. കാരണം അവിടെ ഒരു കോൺസ്റ്റബിളൊക്കെ ഉണ്ട്. മൂപ്പര് എന്റെ മാനസികാവസ്ഥ തളർത്തി. മൂപ്പര് വണ്ടിയിലാണ്ട് കയറി പല റേഡിയോ ഓണാക്കിയ മാതിരിയാണ്. ഇങ്ങനെ തേറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എത്രയും വെച്ചിട്ട് പോലും വരാം. അതിനൊരു പരിധിയൊന്നും വേണ്ട. ഇത് ഇങ്ങനെ പറ്റാ റേഡിയോ ഓണാക്കിയ മാതിരി ഇവരിങ്ങനെ പറയാണ് തെറി. അതിൽ ആ കോൺസ്റ്റബിൾ കിട്ടാം. ഇവര് കുറെ ഭീഷണിയൊക്കെ പെടുത്തി. എന്താ പറയുക ടൗസർ അടിച്ചിട്ട് കുരുമുളക് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് തന്നെ ഇതാക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മള് സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയും നേരിട്ട് ധൈര്യമായിട്ട് നിൽക്കാം. ആ ധൈര്യത്തിൽ നമ്മൾ അവിടെ നിന്നു ചെയ്തു.